ഹലോ. അപ്പൊ മ്യൂസിക് ഒക്കെ കേട്ട് ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ പോവായിരുന്നു അല്ലേ? ഇനി കുറച്ച് നേരം എന്റെ സൗണ്ട് കേൾക്കാം. കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഓക്കെ. അപ്പോ ഗെറ്റ് ലെറ്റ് ദ വീഡിയോ സ്റ്റാർട്ട്. അങ്ങനെയല്ലേ പറയാ? ആ എന്തോ സംഭവം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആണ്. സോ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇപ്പോ 2 ദിവസമായി. ബട്ട് സ്റ്റിൽ ബർത്ത്ഡേ വ്ളോഗ് അങ്ങനെ ആയിരിക്കണം ഇതിന്റെ തമിഴ് അങ്ങനല്ലേ പറയാ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോ ഇതില് എന്താണ് പ്രത്യേകത എന്ന് വെച്ചാല് പ്രത്യേകിച്ച് ഗിഫ്റ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. സോ ഞാൻ എന്റെ ബർത്ത്ഡേ ഞാൻ തന്നെ സെലിബ്രേറ്റ് ചെയ്യാണ്. സോ നമ്മള് എന്തൊക്കെ വിഷമമുണ്ടെങ്കിലും എന്തൊക്കെ സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും എന്താണെങ്കിലും ബർത്ത്ഡേ എന്ന് പറയുന്നത് ഇറ്റ്സ് സോ സ്പെഷ്യൽ. ബിക്കോസ് അത് ഒരു വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സംഭവമല്ലേ അത്. അപ്പൊ അതിന് നമ്മള് ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുക. ഐ മീൻ വലിയ വലിയ ആഘോഷങ്ങളായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ആ ദിവസം തന്നെ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഒന്നുകിൽ തലേ ദിവസം സെലിബ്രേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം ചെയ്യാം. എന്തായാലും വർഷത്തിൽ ഒരു വട്ടമെങ്കിലും നമ്മളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും. സെലിബ്രേറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് കുറെ സംഭവങ്ങളൊക്കെ ഒരുക്കി ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു സംഭവമല്ല. ഇത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് നമുക്ക് ആഗ്രഹം വെച്ചാൽ അത് എന്താ പറയാ, ഒന്നെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് അതൊക്കെ അടുത്ത ബർത്ത്ഡേ ആവുമ്പോൾ നമ്മൾ അതൊക്കെ അതിൽ ഏതെങ്കിലും ഒരെണ്ണെങ്കിലും അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കുക. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. അല്ലാതെ കുറെ ഗിഫ്റ്റ്സ് മേടിച്ചു തരിക അല്ലെങ്കിൽ ഗിഫ്റ്റ് മേടിക്കുക ആ സംഭവം മാത്രല്ല. നമ്മുടെ ബർത്ത്ഡേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ജസ്റ്റ് എഴുതി വെക്കുക. എന്നിട്ട് അത് എവിടെയെങ്കിലുമൊക്കെ സൂക്ഷിച്ചു വെക്കുക. അല്ലെങ്കിൽ നമ്മുടെ ഫോണിൽ തന്നെ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാലോ. സോ ഞാൻ അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ വ്ളോഗിലില്ല. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. ഓക്കെ. അല്ലെങ്കിൽ നമ്മുടെ ഡയറിയിലൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് കുറിച്ച് വെക്കുക. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. ബർത്ത്ഡേക്ക് ഞാൻ കഴിഞ്ഞ വർഷം എന്തൊക്കെയാ ചെയ്തിരുന്നേ, ഇനി ഈ വർഷം ഞാൻ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നേ, ജസ്റ്റ് ഒരു ഗോൾസ് പോലെയൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ. ഓക്കെ. നമ്മുടെ ബർത്ത്ഡേ അടിപൊളിയാക്കുന്നത് നമ്മൾ തന്നെയാണ്. അല്ലാതെ അത് വേറൊരാൾക്ക് കൊടുക്കരുത്. ഇപ്പോ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഫാദർ മദർ ഓക്കെ, അവരാണ് നമുക്ക് കേക്ക് മേടിച്ചു തരേണ്ടത്. സോ അവരാണ് നമുക്ക് ഗിഫ്റ്റ് മേടിച്ചു തരേണ്ടത്. എന്നിട്ട് അവരതൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ സങ്കടപ്പെട്ടിരിക്കാൻ പാടില്ല. അതേപോലെ ഇപ്പോ മാരീഡ് ആയ വുമൺസ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഹസ്ബൻഡ് ആണ് ചെയ്യേണ്ടത്. സോ അവര് നമുക്ക് തരുന്നില്ല, അല്ലെ അതൊന്നും നമ്മൾ ആലോചിച്ച് നമ്മളത് വിഷമിക്കാൻ പാടില്ല. കാരണം നമ്മുടെയാണ് ബർത്ത്ഡേ. സോ നമ്മളാണ് അത് സെലിബ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത കയ്യിൽ ഇനി ഗിഫ്റ്റ്സ് മേടിക്കാനോ അല്ലെങ്കിൽ കേക്ക് മേടിക്കാനോ ഒന്നും ക്യാഷ് ഇല്ല എന്ന് വിചാരിക്കും. സോ 1 ഇയർ നമുക്ക് ടൈമുണ്ട്. സോ ഈ 1 ഇയറിനുള്ളില് നമ്മള് ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം ഒന്നും വേണ്ട, ഒരു മാസത്തിൽ ഒരു 100 എങ്കിലും നമുക്ക്, അല്ലെങ്കിൽ ഒരു 100 ഓക്കെ. ഇപ്പോ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ വലിയ എമൗണ്ട്സ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഒരു 10-20 അവർക്ക് കിട്ടുള്ളൂ. സോ അത് വെച്ച് നമുക്ക് സേവ് ചെയ്യുക. എല്ലാ മാസവും ഇവർക്ക് 10 ആവൂല കിട്ടുന്നുണ്ടാവുക. ചില മാസങ്ങളിൽ നമുക്ക് എന്തെങ്കിലും സ്പെഷ്യൽ ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ് തന്നെ ചിലപ്പോൾ നമുക്ക് ഗിഫ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ച് പൈസയൊക്കെ ചിലപ്പോൾ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ തരും. പക്ഷെ നമ്മൾ എന്താ ചെയ്യാറ്, അത് അപ്പോഴേ ചെലവാക്കി കളയും. അങ്ങനെയല്ലാതെ നമ്മൾ അതൊന്ന് സേവ് ചെയ്ത് വെക്കുക. സോ നമ്മൾ സേവ് ചെയ്ത് വെക്കണം എന്തിനാണ്, നമ്മുടെ ബർത്ത്ഡേ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇപ്പോൾ മാരീഡായ വുമൺസ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താ പറയാ വീട്ടിൽ ഹൗസ് വൈഫ് ആയിട്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഇപ്പോ ക്യാഷ് കിട്ടുന്നുണ്ടാവും. പക്ഷെ അതൊക്കെ ചെലവിനുള്ള ക്യാഷ് ആയിരിക്കും. പക്ഷെ അതിന്ന് ഇപ്പൊ ഒരു 5000 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ അതിന്നൊരു 100 രൂപ മാസം മാറ്റിവെക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ എല്ലാ മാസവും 100 രൂപ ആവൂലല്ലോ കിട്ടുന്നുണ്ടാവുക. ചിലപ്പോൾ അത് 500 ആവാം, ചിലപ്പോൾ 1000 ആവാം, ചിലപ്പോൾ ഒരു മാസം ഒന്നും ഉണ്ടാവൂല. അങ്ങനെ ആവാലോ. സോ അങ്ങനെ എന്താണെങ്കിലും അതൊന്ന് കുറച്ച് പൈസ ഒക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് ആ സംഭവം നമ്മൾ സേവ് ചെയ്ത് വെക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മുടെ ആ ഒരു 1 ഇയർ കംപ്ലീറ്റ് ആവുന്ന നമ്മുടെ ബർത്ത്ഡേ എന്നാണോ വെച്ചാൽ അന്നൊക്കെയുള്ള ഒരു സംഭവം സെറ്റ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ചെറിയൊരു കേക്ക് മേടിക്കുക. ഇനി നമുക്ക് കേക്ക് ആണോ ഇഷ്ടമെങ്കിൽ കേക്ക് മേടിക്കുക. അതെല്ലാം കേക്ക് ഇഷ്ടമല്ല, നമുക്കൊരു മിഠായി ആണെങ്കിൽ ആ ഒരു മിഠായി എങ്കിലും മേടിക്കാം നമുക്ക്. ഇനി അതൊന്നും അല്ല, നമുക്ക് വേറൊരു സംഭവം നമ്മൾ മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് പക്ഷെ ക്യാഷ് ഇല്ല, ഓക്കെ മേടിക്കണ്ട. ആ ക്യാഷ് നമുക്ക് എടുത്തേക്കുക, അടുത്ത ബർത്ത്ഡേക്ക് നമുക്ക് മേടിക്കാന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പൊ നാം പറഞ്ഞു വരുന്നത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഏകദേശം ഞാൻ എന്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ അവസാനിക്കാറായിട്ടുണ്ട്. സോ ഞാൻ ചെറിയൊരു കേക്ക് മേടിച്ചിട്ടുണ്ട്. ഇതൊരു 250 രൂപയുടെ ചെറിയ മിനി കേക്കാണ്. നമുക്കിത് മതി. കാരണം എന്റെ കയ്യിൽ അത്ര ക്യാഷേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ ആഘോഷിക്കും, അത്രേ ഉള്ളൂ.
അപ്പോൾ അങ്ങനെ ആ കേക്ക് മേടിച്ചിട്ട് റിബൺ ഞാൻ തന്നെ മേടിച്ചു. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു റിബൺസ്. സോ അത് വെച്ചിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യണ പരിപാടിയാണ്. സോ കട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ സംഭവങ്ങളൊക്കെ ഞാൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചാണ്. ഇപ്പോൾ ഒരു ഡെക്കറേഷൻസും ഇല്ലാതെയാണ് ഞാൻ റിബൺ മാത്രം വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കും സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഒരു റിബണിന്റെ കെട്ടിന് 20-30 രൂപ എന്തോ ഉള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ഒരു സെറ്റപ്പ് ചെയ്ത് വെക്കാലോ. അതിനൊന്നും വലിയ പണിയൊന്നുമില്ല. അതുപോലെ ഈ ബൊക്കറ്റ് ഷീറ്റ്, ഇതൊക്കെ നമുക്ക് അത്ര വലിയ ക്യാഷ് മുടക്കിയിട്ടുള്ള സംഭവങ്ങളൊന്നുമല്ല. അപ്പൊ ഇതൊക്കെ വെച്ചാലും നമുക്ക് സംഭവം അടിപൊളിയാക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ ബർത്ത്ഡേ. സോ ഞാൻ തന്നെ എൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അത് വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ പാടില്ല. സോ വേറെ ഒരാൾ നമ്മൾ ബ്ലെയിം ചെയ്യാനും പാടില്ല. നമുക്കത് കിട്ടിയില്ല, നിങ്ങളത് തന്നില്ല, അല്ലെങ്കിൽ അത് ചെയ്തില്ല എന്നൊന്നും പറഞ്ഞിട്ടൊന്നും. സോ ഞാൻ തന്നെ കേക്ക് കട്ട് ചെയ്തു, ഞാൻ തന്നെ കഴിച്ചു. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അത്രേ ഉള്ളൂ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ്. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ടാറ്റാ, ബൈ, സീ യു.